അതിനാണ് ഇവിടെ കോടതി. ഇവിടെ കോടതി അതിനാണെന്ന് നിങ്ങൾ നാളെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതേ മൊഴി പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കും കേട്ടോ. നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. അമ്മ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും പ്രധാനപ്പെട്ട ഒരു സ്വത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ അമ്മ തന്നെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം അമ്മയുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ് ഈ ലോകത്തെ മലയാളികൾക്ക്, ഈ ലോകത്തെ മനുഷ്യർക്ക് ഒന്നടങ്കമുള്ളത്. മനുഷ്യർ മാത്രമല്ല, ജീവികളാണെങ്കിലും അവർക്ക് ഏറ്റവും ശക്തമായിട്ട് തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒന്ന് അമ്മ തന്നെയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ, ചില മനുഷ്യ സമൂഹത്തിനിടയിൽ, ചില മനുഷ്യർക്കിടയിൽ ആ ഒരു വികാരത്തെ പോലും വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് അരങ്ങേറിയ ആ ഒരു സംഭവം. അതായത് 70 വയസ്സുള്ള അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ ഒരു മകളുടെ ദൃശ്യങ്ങൾ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം മംഗലാപുരത്തിന് സമീപം ഇടവിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും അടക്കം എത്തി ഈ അമ്മയെ വീടിനകത്ത് കയറ്റണമെന്നും അമ്മയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് പോലും മകളായിട്ടുള്ള ആ സജ എന്ന് പറയുന്ന യുവതി ആ സലീലാമ്മയെ അകത്തേക്ക് കയറ്റാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പിന്നീട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അമ്മയുടെ വസ്ത്രങ്ങളും മരുന്നുകളും അടക്കം എടുക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്നും അമ്മയെ വീട്ടിൽ കയറ്റേണ്ടതില്ല, മറിച്ച് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യമായി ഉന്നയിക്കുമ്പോൾ പോലും ആ യുവതി സ്വന്തം അമ്മയെ ആ വീടിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കാതെ പോലീസുകാർക്ക് മുമ്പിൽ പോലും വീമ്പിളക്കുന്ന കാഴ്ചകൾ. വീട്ടിൽ സ്ഥിരമായിട്ട് തന്നെ മർദ്ദിക്കുന്നത് പതിവാണ് എന്ന് വളരെ വേദനയോടെ ഈ സംഭവത്തിന് ശേഷം സലീലമ്മ വ്യക്തമാക്കുന്നു. വൃദ്ധയെ ഉപദ്രവിച്ചതിന് ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായതിന്റെ പ്രതികാരം തീർക്കാനാണ് ഈ മകൾ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ചധികം ദിവസമായിട്ട് സജ ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ടെന്ന് നാട്ടുകാരും പ്രതികരിക്കുന്നു. നാട്ടുകാർ സംഭവം മനസ്സിലാക്കി വീട്ടിലെത്തി അമ്മയെ അകത്ത് കയറ്റാൻ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ സജ ഗേറ്റ് തുറക്കാൻ പോലും ശ്രമിക്കാതെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നാട്ടുകാർ ഇതിനെ സംഭവമെല്ലാം പോലീസിനെ അറിയിക്കുന്നു. പോലീസും പഞ്ചായത്ത് മെമ്പറും അടക്കം എത്തുമ്പോൾ പോലും തന്റെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലാതെ നിൽക്കുന്നു മകൾ. എന്തായാലും ഇത്തരത്തിൽ ഒരു സംഘം എത്തിയത് കൊണ്ട് ആ അമ്മയ്ക്ക് ഒരു ആശ്വാസമാകുകയാണ്. അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയാണ്. ഇവരുടെ കയ്യിലുള്ള പണം കൈവശപ്പെടുത്താൻ വേണ്ടി ഈ സജയും ഭർത്താവും നിരന്തരമായിട്ട് ഈ അമ്മയെ ഉപദ്രവിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വളരെ വേദനയോടെ മാത്രമാണ് ഈ അമ്മയുടെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മ എന്ന് പറയുന്ന ഒരാളെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ പാതി വഴിയിൽ ഇറക്കി വിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സാധാരണഗതിയിൽ സിനിമയിലൊക്കെ കാണുന്നത് ഈ മാതാപിതാക്കളെയൊക്കെ നോക്കാൻ മടുക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ചെയ്യുന്നത് വല്ല വൃദ്ധസദനത്തിലോ കൊണ്ടിടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചോദിക്കാനും പറയാനും മക്കളുള്ള സാഹചര്യത്തിൽ പോലും വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു പ്രവണത എന്നുള്ളതാണ്. എന്തായാലും വളരെ വേഗതയിൽ തന്നെ ഇത് സാമൂഹിക പ്രവർത്തകരും പോലീസ് സംവിധാനങ്ങളും അടക്കം ഇടപെട്ടുകൊണ്ട് ആ അമ്മയെ സുരക്ഷിതമായിട്ട് വൃദ്ധസദനത്തിലേക്ക് മാറ്റി എന്നതാണ് ഏറ്റവും അടുത്തായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നെ, അവൾ നന്നാലും വിലക്കൂല്ല തീരെയും. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? വീട്ടിൽ കയറാൻ വന്നപ്പോൾ ഇന്ന് വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഇറങ്ങി തുറക്കാനായിട്ട് ഒരുങ്ങണ്. തുറന്നിട്ടവള് ഞാൻ അങ്ങ് അകത്താവും മുമ്പ് അവൾ അടച്ച് പൂട്ടാനായിട്ട് പാവം. അങ്ങനെ ഞാൻ കേട്ട് നീ പൂട്ടാൻ ഒരുങ്ങണം എന്നും പറഞ്ഞ് ഞാനങ്ങ് വെടിയിൽ ചാടിക്കളഞ്ഞ് തുണിയെടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവളുണ്ടായിരുന്നു മോള്. ഇന്നലെ കാലത്ത് ഈ ചെരുപ്പെടുത്ത് കാലിലിടണതിനകത്ത് 5 ഇടി ഇങ്ങനെ ഇടിച്ച് തന്നു. കൈതാ ഇങ്ങനെ മുട്ടി പിടിച്ചാണ് ഇടി. ഞാൻ നിലവിളിക്കണതല്ലാതെ എന്നെ കൊണ്ട് വല്ലതിനെ ഒക്കൂ. ഞാൻ നിലവിളിച്ച് എൻ്റെ പൊന്നെ, എനിക്ക് തലവഴിയെ വെള്ളം ഒഴിച്ചു തരും. യാത് പാതരാത്രിയിലും വെള്ളം ഒഴിച്ചു തരും തലവഴിയെ. എന്നെ ചെയ്യണതായ പരാക്രമം എനിക്കില്ല. കണ്ണ് കുത്തിപ്പൊടിക്കാൻ വരും. കുരനാഴി കുത്തി ഇറക്കാൻ അവൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ സംസാരിക്കില്ല, പിന്നെ കൈക്കറി കാണിക്കുകയുള്ളെന്ന്. അങ്ങനെ കുരനാഴിയെ കുത്തി ഇറക്കണം 4-5 ദിവസം കൊണ്ട്. അങ്ങനെയുള്ള വേല നീരുന്നര വലിയ ഒന്നിൽ കാണിച്ചു. ഇതിപ്പോൾ എപ്പോൾ വന്നാൽ വെളിയിൽ നിൽക്കുകയാണ്? എത്ര സമയമായി? ഇപ്പോഴും വന്നിട്ടാ? ഇപ്പോഴും വന്നിട്ട് ഞങ്ങൾ
ഒരു 6 മണിയൊക്കെ ആയി ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് ഇവിടെ വഴിയിലായിട്ട്. നമ്മൾ പെണ്ണുങ്ങൾ തോനെയുണ്ടായിരുന്നു, വന്ന് നിൽക്കണം, തുറന്നു തരൂല. കാണിക്കണതായിട്ടുള്ള വേലകളെല്ലാം പറയേണ്ട. ഈ മരുമോൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാണ് പോലീസിൽ പരാതി? ഇത്രയും പിടിച്ചങ്ങ് വാങ്ങിക്കും, ഒരു പൈസ എനിക്ക് തരിയില്ല, തരാതെ വാങ്ങിച്ചങ്ങോട്ട് വിറ്റെന്ന് ഒരു കേൾക്കും. നീ വല്ല ഇവിടെ തന്നാ? നിനക്കൊന്നുമില്ല. ഇന്നലെ കാലത്തും തന്ന് ഒരു ഇഡ്ഡലി അവൻ എടുത്തുകൊണ്ട് തരണത്. തിരുവോണത്തിന് പോലും അവനാണ് വിളമ്പിയത് എനിക്ക്. കരണ്ടീര മൂട് വെച്ച് കറികൾ ഇങ്ങനെ തൊട്ട് പാത്രത്തിൻ്റെ വിളമ്പിൽ വെച്ച് എനിക്ക് കഴിക്കാത്ത ദിവസമില്ല. ഞാൻ അവളോട് പറയും വിലക്ക് അവൻ ഇടി വാരിയെല്ലിൽ വിരൽ വെച്ച് അത്രയും വിരളും വെച്ച് കുത്തി കയറ്റും. എത്ര വാരിയെല്ലുണ്ടാ അത് കൈപ്പോയത്തിൽ ഇടിക്കും, അടിക്കും, പടപട അടിക്കും. ചവിട്ട് എനിക്ക് അറിഞ്ഞൂടാ. മൂത്രം ഒഴിച്ചു വരെ തലവഴിയെ ഒഴിച്ചു തന്നിട്ടുണ്ട് എത്ര ദിവസം. അങ്ങനെയൊക്കെ തലവഴിയെ വെള്ളം ഒഴിച്ചു തരും. കൊടുത്തിരിക്കണ വസ്ത്രം ഉരിഞ്ഞങ്ങ് കയ്യിലിട്ടിട്ട് അങ്ങ് തോർത്തുമൊക്കെ അങ്ങ് എടുത്തിട്ട് എന്നെ നിർമ്മാണമായിട്ട് നിർത്തും. പാവാട കൊടുത്തിരിക്കണോണ്ട് അങ്ങനെ ഒരു മാനമുണ്ട്. അയ്യോ, ഒരു സമയം ഒഴിയാതെ ഏത് നേരത്തും വന്നടുക്ക ഇരുന്നിട്ട് അടിയും കുത്തും. കാലിൻ്റെ മടക്കിലൊക്കെ നീര് ഭയങ്കരം. കുത്തിത്തരണതും ഇടിക്കണതും എല്ലാം നീരാണ്. നടുവിലൊക്കെ ചവിട്ടക്കും. അയ്യോ, എല്ലാം ഞാൻ അതിനത്രയും ഞാൻ കിടന്ന് വിളിക്കും, വിളിക്കും. അയ്യോ, എനിക്ക് 2 വർഷം കൊണ്ടാണ് ഞാൻ ഈ പീഡനം ഞാൻ അനുഭവിക്കുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അവന് എൻ്റെ മോൻ മരിച്ചതിനുള്ള രൂപ കിട്ടിയില്ലെന്ന്. വസ്ത്രം പോലും ഉടുക്കാൻ സമ്മതിക്കൂല. പടിഞ്ഞാറെ പിടിച്ചോണ്ട് ചെന്ന നാട്ടിൽ അവിടെ നിന്ന് വേണം ഉടുത്തോളാനെന്ന്. അല്ലാതെ ആ വടക്ക് മോളൊന്നും പറയില്ലേ? ഒന്നും പറയില്ല, ഒരു അക്ഷരം മിണ്ടൂല. എന്നെ ഇനി എന്ത് അവൻ ചവിട്ടി കൊന്നാലും അവള് മിണ്ടൂല. കരയണമെങ്കിൽ പറയണാണ് അവളെ കൊരനാഴിയെ കുത്തിയാറ്. അപ്പം അവള് പിന്നെ കൈച്ചിറി കാണിക്കേ ഉള്ളു. ഓ, തുണികൾ നാളെ എടുക്കാം കേട്ടോ. നാളെ എടുക്കാം, കോടതി ഓർഡർ എടുക്കാം കേട്ടോ. അല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. വർഷത്തിന് മുകളിലായിട്ട് ഈ അമ്മയെ ഉപദ്രവിക്കുന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞ് 2 വർഷത്തോളമായി. അപ്പോൾ ഇലക്ഷൻ ഞാനിപ്പോൾ ഈ വാർഡിലെ പുതിയ മെമ്പറാണ്. അപ്പോൾ ഇതിനു മുന്നേ ഇരുന്ന ഇങ്ങനെ ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റൽ ലൈറ്റ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിൽ വന്നപ്പോൾ മിനിയാന്ന് ഈ അമ്മയുടെ സൗണ്ട് ഒച്ചത്തിലുള്ള കരച്ചിലൊക്കെ അയൽവക്കങ്ങൾ കേട്ട് അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഞ്ച് സെക്രട്ടറിയും മറ്റുള്ള LC മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 10-40 പേരെ അയൽവക്കക്കാരുടെ സൈൻ വാങ്ങി ഞങ്ങളൊരു മാസ്റ്റർ പെറ്റീഷൻ ഇന്നലെ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം പുള്ളിക്കാരൻ അമ്മ പകൽ വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്കാരൻ വന്ന് അമ്മയെ അവിടെ വെച്ച് വൈകുന്നേരം സ്റ്റേഷനിൽ വിളിപ്പിച്ച് പുള്ളിക്കാരനെ SI വന്ന് കൊണ്ടുപോയി. കാര്യം കഴിഞ്ഞു അമ്മയെ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി. അമ്മയുടെ പറഞ്ഞിട്ടുള്ള മൊഴികളല്ല ഇതുപോലെ അമ്മയെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ഉപദ്രവം സാധാരണ രീതിയിലല്ല. ഒരു വൈകൃതമുള്ള ഒരാളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ അമ്മയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ഉപദ്രവം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ 70 വയസ്സായ ഒരു അമ്മ ഇത്രയും വേദനകൾ സഹിക്കുന്നത് നാട്ടുകാരായ ഞങ്ങൾക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ വരുമ്പോഴും കൈക്കും കാലിനും നീരോടുകൂടി വീടിനകത്ത് നിന്ന് കരയുന്നത് ഞങ്ങൾ പലതവണ കണ്ടു. അപ്പൊ ഇപ്പൊ ഞങ്ങള് നാട്ടുകാരെല്ലാരും കൂടെ ഇറങ്ങി ഈ അമ്മയ്ക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെയും ഇവിടെ കൊണ്ട് നാക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, കാരണം എന്തെങ്കിലും ചെയ്യുമോ. അപ്പൊ ഇവരുടെ ഈ ലിജു എന്ന് പറഞ്ഞ ആളുടെ അമ്മയും കൂടെയാണ് ഈ വീട്ടിലുണ്ട്. അപ്പോഴും ലോക്ക്. ഇന്ന് രാവിലെ പകൽ വീട്ടിൽ പോകാൻ ഡ്രസ്സ് മാറാൻ വന്നിട്ട് പോലും ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കാതെ ലോക്കാക്കി ഇട്ടിരുന്നു. ഇന്നിപ്പോ നമുക്കിപ്പോൾ ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും നമുക്ക് വൃദ്ധസദനം തൽക്കാലം ബന്ധുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ നിർത്താനുള്ള നിർവാഹം ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഒരു വൃദ്ധസദനം ഞങ്ങൾക്ക് ആറ്റിങ്ങലും ചിറയൻകീഴുമായിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾക്ക് ഈ കേസ് നടക്കുന്നതിനിടയിൽ അമ്മയെ അവിടെ ഒന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രസിഡൻ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. 3 നേരം ഈ അമ്മേനെ ഒരുപാട് നാളായി ഈ പ്രതികൾ മരുമകനും മകളും കുടുംബവും ചേർന്നാണ് പീഡിപ്പിച്ചുകൊണ്ട് വരുന്നത്.
ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒന്നാകെ ഇതിനെതിരെ ഇറങ്ങുകയും പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുകയും മരുമകനെ ഇന്നലെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ അമ്മേനെ വളരെ നിഷ്കരുണം തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അവരുടെ മരുന്നും വസ്ത്രവും ഉൾപ്പെടെ നൽകാതെ വീടകത്ത് നിന്ന് കുറ്റിയിട്ടുകൊണ്ട് അവർ ഈ അമ്മേനെ തെരുവിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. നാട്ടുകാർ ഉൾപ്പെടെ ഒന്നടങ്കം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിയിട്ട് പോലും അതൊന്നും കൊടുക്കാൻ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്തായിരുന്നാലും ആ അമ്മയുടെ സംരക്ഷണം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി നിയമ നടപടികളുമായിട്ട് പഞ്ചായത്ത് എന്തായിരുന്നാലും മുമ്പോട്ട് പോകും. ഒപ്പം നാട്ടുകാരും പോലീസിന്റെ സഹായവും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആ അമ്മയുടെ നീതിക്ക് വേണ്ടി 100% നമ്മൾ പോരാടും.